നമ്മുടെ വിശിഷ്ടാതിഥി കേരളത്തിലെ യുവതലമുറയുടെ അഭിമാനവും ആവേശവും അതിലുപരി റോൾ മോഡലുമായി മാറിക്കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ഏറ്റവും തൻ്റെടമുള്ള വളരുന്ന തലമുറയ്ക്ക് മുന്നിൽ ഒരു പാഠപുസ്തകമായി നിലനിൽക്കുന്ന മിസ്റ്റർ ഋഷിരാജ് സിംഗ് IPS സർ, നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വൈഫ് ഷറഫ് ലിഹാദൽ മുഅ്തമർ ത്വലബത്തി തഖസ്സുസാത്തുൽ ഉല്യ ഫദിലത്തു ഷെയ്ഖ് അബ്ദുൽ മോയിദ് അബ്ദുൽ ജലീൽ അസ്സലഫി, നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനനായ കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ സാഹിബ്, നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് അബൂബക്കർ സാഹിബ് UAE, MSMൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, കോഴിക്കോട് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ K മുഹമ്മദ് ഷഹീർ, MSMൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, അതിലുപരി ഇവിടെ നടക്കുന്ന ഈ ഫംഗ്ഷനിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള യുവ ശാസ്ത്രജ്ഞനും പ്രതിഭയുമായിട്ടുള്ള ഡോക്ടർ ദിലി AS, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, പ്രൗഢോജ്വലമായ ഈ സമ്മേളനത്തിൽ MSM കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കിയ ഒരു അവാർഡ് വിതരണമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. MSMൻ്റെ സെക്കൻഡ് നാഷണൽ പ്രൊഫഷണൽ എക്സലൻസി അവാർഡ് പ്രൊഫെക്സ്, ആ അവാർഡ് വിതരണം ചെയ്യുന്നതിന്, അതിനുശേഷം ഈ സദസ്സിന് ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഇവിടെ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് ബഹുമാന്യനായ ഋഷിരാജ് സിംഗ് IPS അവർകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ തിരക്കുകൾ കാരണം അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് ബഹുമാന്യനായ കേരള ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് IPS ഇവിടെ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നിർവഹിച്ചുകൊണ്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അദ്ദേഹം നേരത്തെ നമ്മുടെ വെന്യൂ 2-ൽ നടന്ന പ്രോഗ്രാമിൽ കറപ്ഷൻ എറാഡിക്കേഷനെ പറ്റിയുള്ള ഒരു ലെക്ചർ അവിടെ നടത്തുകയുണ്ടായി. ഇസ്ലാമിനെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും നമ്മുടെ നാടും സമൂഹവും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുമൊക്കെ നല്ല ഒരു കാഴ്ചപ്പാടുള്ള, നന്നായി വായിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഏറെ അഭിമാനിക്കുന്നു. ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രൊഫെക്സ് അവാർഡ് ഏറ്റുവാങ്ങുവാൻ നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുള്ളത് യുവ പ്രതിഭയും ശാസ്ത്രജ്ഞനുമായിട്ടുള്ള ഡോക്ടർ ദിലി AS ആണ്. ഇപ്പോൾ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന ദിലി AS വളരെ നൂതനമായ ഒരു കണ്ടുപിടുത്തം നടത്തിക്കൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിവിധ തരത്തിലുള്ള ഊർജ്ജ പ്രശ്നങ്ങൾക്കും നമ്മുടെ നാട് ലോകം മുഴുവനും അഭിമുഖീകരിക്കുന്ന ഗ്ലോബൽ വാർമിംഗ് അടക്കമുള്ള പ്രശ്നങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഡോക്ടർ ദിലി AS മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നാച്ചുറൽ കൂൾ ഹോം പ്രൊജക്റ്റാണ്. വൈദ്യുതി ഇല്ലാതെ, എയർ കണ്ടീഷണറോ ഫാനോ ഇല്ലാതെ നാം താമസിക്കുന്ന വീട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ തണുപ്പുള്ളതാക്കി മാറ്റാൻ കഴിയും, എങ്ങനെ അത് നാച്ചുറൽ എയർ കണ്ടീഷണറാക്കി മാറ്റാൻ കഴിയുമെന്ന കണ്ടുപിടുത്തം നടത്തുകയും ഇതിനകം തന്നെ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അതൊരു പ്രൊജക്റ്റായി ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള, മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളടക്കം വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ ദിലി AS. അദ്ദേഹമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രൊഫെക്സ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. വളരെ ഉന്നതമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം പഠനരംഗത്ത് ട്രാക്ക് റെക്കോർഡ് തീർത്തിട്ടുള്ളത്. BArc ബിരുദം നേടിയതിൻ്റെ ശേഷം IIT മദ്രാസിൽ നിന്ന് M.Tech-ൽ അദ്ദേഹം പൂർത്തിയാക്കുകയും അതിനുശേഷം കോഴിക്കോട് NIT-യിൽ നിന്ന് മെക്കാനിക്കൽ വിഭാഗത്തിൽ അദ്ദേഹം PhD നേടുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു മാതൃകായോഗ്യനായ അധ്യാപകൻ കൂടിയായ ഡോക്ടർ ദിലി AS-നെ നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി വളരെ നല്ല ഒരു അഭിനന്ദനം നടത്തിയ പരാമർശത്തോടു കൂടിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളെയും അതിഥികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അവാർഡ് ദാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ബഹുമാനായ ഋഷിരാജ് സിംഗ് IPS അല്പസമയം, ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് എങ്കിൽ പോലും ഇത്രയും ചെറുപ്പക്കാരെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം വെറുതെ വിടുകയില്ല എന്നറിയാം. ഒരു പക്ഷേ അദ്ദേഹത്തെ കണ്ടപ്പോൾ അറിയാതെ നമ്മുടെ കൈയൊക്കെ തലയിലേക്ക് പോയിട്ടുണ്ടാകും എൻഷുർ ചെയ്യാൻ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടോ എന്ന്. ഹെൽമറ്റ് ഒരു കൾച്ചറായി ഇന്ന് കേരള സമൂഹത്തിന് പഠിപ്പിച്ച
അത് ഒരു ആവേശമായി കൊണ്ട് നടന്ന, അതിൽ നിശ്ചയദാർഢ്യവും ഡിറ്റർമിനേഷനും കൊണ്ട് നടന്ന് എന്തു കാര്യവും നമ്മുടെ നാട്ടിൽ സാധ്യമാണ് എന്ന് തൻ്റെ നിലപാട് കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കേറെ സന്തോഷം പകരുന്നുണ്ട്. നമ്മുടെ ഈ പ്രൊഫക്സ് അവാർഡ് ദാന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അവാർഡ് വിതരണം ചെയ്യുന്നത് ബഹുമാനായ ഋഷിരാജ് സിംഗ് IPS അവർകളാണ്. ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ദിലി AS, പ്രൊഫസർ TKM എഞ്ചിനീയറിംഗ് കോളേജ്, കൊല്ലം. Dear brothers and sisters, we are extremely happy to share the pleasure of having Mr. Rishiraj Singh IPS, the respected Transport Commissioner of Kerala, with us at this moment. We are delighted with the presence of this dignified police commissioner because he himself set a role model to the professional community by standing upright in front of the public, being always sticking stringently to the rules and regulations for the society. Thank you very much, sir, for being with us and so kind enough to be here, spending your valuable time for distributing Profex 2014, the National Professional Excellency Award. Thank you very much. Thank you very much, Dr. Dili AS, and once again thanks a lot to Mr. Rishiraj Singh IPS. ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ മുഖ്യാതിഥി ശ്രീ ഋഷിരാജ് സിംഗ് IPS അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. We request Rishiraj Singh IPS, respected Transport Commissioner, to address the gathering for a few minutes. Thank you very much. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഭാരവാഹികളെ, പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, താങ്കളുടെ മുമ്പിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അത് എനിക്ക് വേണ്ടി ഒരു വലിയ അഭിമാനിക്കാനുള്ള ഒരു കാര്യമാണ്. എന്നെ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പടരുന്ന അഴിമതിയെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. ആ വാക്ക് ലെക്ചറൊക്കെ കഴിഞ്ഞു. താങ്കളോട് ഇവിടെ അവാർഡ് തരാൻ വേണ്ടിയാണ് ഈ മുഖ്യവേദിയിലേക്ക് ഞാൻ വന്നത്. ഇതിൽ വന്ന സ്ഥിതിക്ക് രണ്ട് വാക്ക് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. 2-3 കാര്യങ്ങളേ ഉള്ളൂ താങ്കളൊക്കെ എന്നോട് സംസാരിക്കാൻ. ഒന്നാമത്തെ, എൻ്റെ നാട്ടിൽ രാജസ്ഥാനിലൊക്കെ മുസ്ലിംസിൻ്റെ എണ്ണം കുറേ കൂടുതൽ ഉണ്ട്. ഞങ്ങൾ ജനിച്ച വളർന്ന മുതൽ എൻ്റെ മുഖ്യമായ ടീച്ചേഴ്സ് എല്ലാം മുസ്ലിംസ് ആയിരുന്നു. അവരുടെ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഈ കാര്യം ഞാൻ നമ്മുടെ ഭാരവാഹികളോട് ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തിലേക്ക് ഞാൻ എപ്പോഴും കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ നടന്ന സംഭവം അത് ഇവിടെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലാണ് ഞാൻ താങ്കളോട് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ, കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ട് സ്കൂളിലേക്ക് അയക്കണം. സ്കൂളിൽ അവർ നമ്മുടെ രാജസ്ഥാനിലൊക്കെ കുട്ടികളെ പൊതുവെയുണ്ട്, അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ കുറവാണ്.
ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കോളേജിൽ ഏത് സ്കൂളിലായാലും ഏത് ക്ലാസ്സിലായാലും കോളേജിലെ ഏതും ക്ലാസ്സിലായാലും ഞങ്ങളുടെ കൂടെ ഒന്നോ ഇല്ലെങ്കിൽ രണ്ടാളേക്കാൾ കൂടുതൽ ഈ സമൂഹത്തിലുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. അവർ പഠിക്കാൻ മറന്നില്ല. കാരണം അവരുടെ അമ്മ അച്ഛന്മാർ അവിടെ ദാരിദ്ര്യം കൂടുതലായതുകൊണ്ട് ആ കുട്ടി സ്കൂളിൽ പോകാതെ അമ്മ അച്ഛനെ സഹായിച്ചാൽ മതി, ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ അവർ കൊണ്ടുപോകുന്നത്. ശരിയല്ല. കേരളത്തിന് 100% സാക്ഷരത ഉണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ അടുത്ത കാലത്തിൽ ഗവൺമെൻറ് ഓഫ് കേരളത്തിലെ ഇപ്പോൾ പറയുന്നത് 100 എല്ലാം മാറി. ഇപ്പോൾ നമ്മുടെ സാക്ഷരത കുറച്ച് താഴത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ 90% ഉള്ളൂ. അറിയാമോ? നേരത്തെ 10, 25, 30 വർഷം മുമ്പ് സ്കൂളിലേക്ക് അയക്കുന്ന അമ്മാച്ചന്മാരുടെ ആ വാശി ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറവായി വരികയാണ്. എത്ര ആളുകളെ എല്ലാ വർഷത്തിൻ്റെ ഒരു ന്യൂസ് പേപ്പറുകളിൽ കണക്ക് വരാറുണ്ട്. SSLC പരീക്ഷയിൽ നമ്മൾ പരീക്ഷ എടുക്കുന്നവരുടെ എണ്ണ എല്ലാ വർഷവും താഴത്തിലേക്ക് വരികയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമ്മൾ ഇന്നും സ്കൂളിലേക്ക് കുട്ടികൾ പോയാൽ വലിയ കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആലോചന ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് ശരിയല്ല. ഞാൻ പറഞ്ഞു, സമൂഹത്തിനെ നമ്മൾ നന്നാക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ ആൾക്കാരെ പഠിപ്പിക്കുക. അത് മാത്രം ചെയ്താൽ നമ്മുടെ നാടും സമൂഹവും എല്ലാം താൻ നന്നായിക്കൊള്ളും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളം നന്നായത് ആ സാക്ഷരതയുടെ ഗുണം കൊണ്ട് മാത്രമാണ്. ഇനിയും 40% ഉള്ളൂ ഈ വടക്ക് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെ ഈ എഡ്യൂക്കേഷനിൻ്റെ ലെവലും. അവർ രാജസ്ഥാനിൽ പറയുന്നത് 1000 കുട്ടികൾ 1ാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി മാത്രമേ കോളേജിൽ എത്തുള്ളൂ. അറിയാമോ? ആ പെർസെൻറ്റേജ് ഇനിയും അവിടെ കടമുണ്ട്. 1000 സ്റ്റുഡൻസ് 1ാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്താൽ ആകെ എത്തുന്നത് കോളേജിൽ ഒരു കുട്ടി, 1. പൊതുവെ ഈ സമൂഹത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. പിന്നെ ഈ സമൂഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും ചിലപ്പോൾ കാണുമില്ല. അത് ശരിയല്ല. അതുകൊണ്ടായിരിക്കും ഇന്ത്യ രാജ്യം എപ്പോഴും നമ്മുടെ വികസനത്തിൻ്റെ ഏത് ഭാഗം നോക്കിയാലും നമ്മൾ എപ്പോഴും താഴത്തിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികളെ ഇവിടെ ഏതായാലും ആ പ്രോബ്ലം ഇല്ല. രാജസ്ഥാനിലൊക്കെ വേറെ ഒരു പ്രോബ്ലം വന്നു വെച്ചാൽ ഇപ്പോൾ അവിടെ കുറവായി വന്നു, പക്ഷെ മുഴുവൻ മാറിയില്ല. അതായത് പെൺകുട്ടികളെ ചില ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഇനിയും ജനിക്കാൻ സമ്മതിക്കില്ല. അറിയാമോ? ഇങ്ങനെയൊക്കെയുള്ള ഗ്രാമങ്ങൾ രാജസ്ഥാനിലുണ്ട്. 2 ഗ്രാമം എനിക്കറിയാം. ആ 2 ഗ്രാമത്തിൽ കഴിഞ്ഞ 100 വർഷത്തിൽ കല്യാണം ചെയ്യാൻ ഒരു ചെറുക്കൻ അങ്ങോട്ട് പോയിട്ടില്ല. 2 ഗ്രാമത്തിലേക്ക് എനിക്കറിയാം. എൻ്റെ നാട്ടിൽ നിന്ന് വളരെ ദൂരമൊന്നുമല്ല. അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലായോ? ചെറുക്കൻ കല്യാണത്തിന് വേണ്ടി ആ ഗ്രാമങ്ങളിലേക്ക് പോയില്ലാതെ അർത്ഥം എന്താണെന്ന്? അവിടെ പെൺകുട്ടിയേ ഇല്ല. ആ ശല്യം ഏതായാലും ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടികളുടെ ജന്മം ഈ രീതിയിൽ നമ്മൾ എടുത്തിയാൽ നമുക്ക് ഒരു വികസനം നമ്മൾ ഒന്നും ആലോചിക്കുകയേ വേണ്ട. ഇവിടെ ഒന്നും നടക്കില്ല. ചെറിയ ഒരു തോന്നൽ ഇവിടെ വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ ASP ആയ സമയത്തിൽ ഞങ്ങൾ ഡ്രൈവറോ കോൺസ്റ്റബിളിനോ ഒക്കെ നമ്മുടെ മകൻ ജനിച്ചാലും മകൾ ജനിച്ചാലും അവൻ ഞങ്ങളുടെ അടുത്ത് നല്ല ഈ സ്വീറ്റ്സും മിഠായിയും ഒക്കെ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുകയായിരുന്നു, നല്ല സാർ എനിക്ക് ഒരു മകളെ ജനിച്ചിട്ടുണ്ട്, എന്താ സാർ ഇത്രയും കൂടുതൽ നമ്മുടെ ഇത് സ്വീറ്റ്സൊക്കെ കൊണ്ടുവരുന്നു. ഇപ്പോൾ മകൾ ജനിച്ചാൽ ഇവന്മാർ സ്വീറ്റ്സ് ആരും കൊണ്ടുവരുന്നില്ലെന്നേ. വൈ? ഇപ്പോൾ ഇത് സംഭവിച്ചു. നൗ ദേ ആർ നോട്ട് ബ്രിങ്ങിങ് എനി സ്വീറ്റ്സ് ടു മീ. കാരണം ഞാൻ എന്തായി നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ ലീവിലൊക്കെ ആയിരുന്നല്ലോ, പ്രസവിച്ച് കാണുമല്ലോ. ആ സാർ ഒരു പെൺകുട്ടി ജനിച്ചു ഇന്നലെ, അത്ര. ദിസ് ഈസ് ബാഡ്. ദിസ് ഈസ് ഷെയിംഫുൾ. ഇങ്ങനെ ഒരു തോന്നൽ വന്നില്ലേ? ഇങ്ങനെ ഒരു തോന്നൽ ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. പണ്ട് നമ്മുടെ ഈ കല്യാണം ചെയ്യാൻ എപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സിൽ 9ാമത്തെ ക്ലാസ്സിലും എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട്, ഏത് രാജ്യമാണ്
നമ്മുടെ ഏത് സംസ്ഥാനമാണ് അവിടെ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? കേരളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ കണക്ക് താളത്തിലേക്ക് വരികയാണ്. അത് ശരിയല്ല. പെൺകുട്ടികളോട് അവർ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ ജന്മത്തിൽ നമ്മുടെ ഇതൊക്കെ അവർക്ക് ആരുമായാലും അവരെല്ലാം ഒരേ മാതിരി പോലെയാണ്. അവർ ജനിച്ച ശേഷം അവരുടെ നമ്മൾ വളർത്തണം, നല്ല രീതിയിൽ നോക്കണം, പിന്നെ അവരെ സ്കൂളിൽ അയക്കണം. ഈ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിച്ചാൽ കേരളം ഒന്നാമത്തെ സ്ഥാനത്തിലേക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ UP, ബീഹാർ, രാജസ്ഥാൻ പോലെ ചിലപ്പോൾ താഴത്തിലേക്ക് വരും. ശരിയല്ല. പിന്നെ ഈ 2-3 കാര്യങ്ങൾ അവിടെയും ഞാൻ സംസാരിച്ചു. താങ്കളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തിന് ആണ് നമ്മുടെ ഈ വടക്ക് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ പെൺകുട്ടി ജനിച്ചാൽ എന്തോ സംഭവിച്ചു, അവരെ എതിർക്കുന്നതിന് എന്തിനാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തിന്? കാരണം അവർ വിചാരിക്കുന്നത് പെൺകുട്ടി ജനിച്ചാൽ പിന്നെ ഈ പെൺകുട്ടീൻ്റെ കല്യാണത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും, ആഭരണങ്ങൾ കൊടുക്കേണ്ടി വരും, സ്ത്രീധനം കൊടുക്കേണ്ടി വരും. അവിടുത്തെ അപ്പോൾ ഈ കാര്യം പണ്ട് ഞങ്ങൾ അവിടെ പറഞ്ഞ കാര്യം 25 വർഷം മുമ്പ് ഈ പ്രോബ്ലംസ് ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഇവിടെ അല്ലാതെ സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടിൻ്റെ ഷെയറൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സ്ത്രീധനത്തിൻ്റെ വലിയ പ്രോബ്ലം നേരത്തെ കേരളത്തിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ കൂടി വരികയാണ്. ഇപ്പോൾ സ്ത്രീധനമൊക്കെ ഇപ്പോൾ തന്നെ പറഞ്ഞു. ഒരു ഡ്രൈവർ എൻ്റെ ഒരു ASP, ഇപ്പോൾ ASPൻ്റെ ഡ്രൈവർ തലശ്ശേരിയിൽ നിന്ന് ASPനോട് പറയുകയാണ്, ജസ്റ്റ് നാളെ എൻ്റെ സഹോദരൻ്റെ കല്യാണമുണ്ട്, ഒരു 60 പവൻ റെഡിയാക്കിയിട്ടുണ്ട് സാർ, അത് മതിയല്ലോ സാർ, കുറവല്ലല്ലോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ഡ്രൈവർ ചോദിക്കുകയാണ്. ആ ASP അന്തം വിട്ടുപോയി. അവർ പറഞ്ഞു, എനിക്ക് ആകെ കിട്ടിയത് 10 പവനാണ്, പിന്നെയാണ് നിങ്ങൾ ഈ 60 പവനിൻ്റെ കാര്യം നിങ്ങൾ എന്നോട് പറയുന്നത്. ലുക്ക് അറ്റ് ദി ലെവൽ ഓഫ് ഡൗറി. ഡ്രൈവർ ഒരു SI, IPS, IASൻ്റെ കാര്യം നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാറാവില്ല. വൈ? അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഇതെല്ലാം തെറ്റായ കാര്യങ്ങൾ വടക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരികയും നമ്മളിത് ഇത് എടുക്കുകയും ചെയ്യുന്നത് ആ കുഴപ്പമാണ് ഇവിടെ. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു സമൂഹത്തിൽ അവിടെ ഒരു സ്ത്രീധന് ഈ നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ ഷെയർ നന്നായിട്ട് ഇവിടെ നടന്നതാണെങ്കിൽ പിന്നെ ഈ സ്ത്രീധനത്തിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാമായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് വലിയൊരു പ്രോബ്ലമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ശരിയല്ല. അതൊരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഡ്രൈവറിനോട് ചിലപ്പോൾ ഇയാളിന് ബുദ്ധിയില്ല, ഇയാൾ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ നമ്മളെ വഴക്കം പറയാം. പക്ഷേ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IAS, IPSക്കാർ അവർ ഇതിനേക്കാൾ കൂടുതൽ എടുക്കാൻ തുടങ്ങിയാൽ അതൊരു ശീലമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ആവശ്യത്തിനല്ല. കറപ്ഷൻ ഇൻ സൊസൈറ്റി അവിടെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോട്ട് നീഡ് ബേസ്ഡ്. ആവശ്യത്തിന് വേണ്ടി കറപ്ഷൻ ഇല്ല ഇവിടെ, അഴിമതി. ഇതൊരു ശീലമായിട്ട് മാറിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ നമ്മുടെ കറപ്ഷനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നത്. പിന്നെയാണ് അവസാനത്ത് പറയുന്നത് ഈ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം. ഹെൽത്തിൽ നമ്മൾ ഒന്നാമത്തെ സ്ഥാനത്തിൽ കുറേ വർഷമായിട്ട് ഇരിക്കുകയാണ്. അതായത് ഹെൽത്തിൻ്റെ കേരളത്തിലുള്ള ലെവൽ യൂറോപ്പിൻ്റെ ഏതൊരു രാജ്യത്തെ പോലുള്ള ഒരു ലെവലാണ് നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് 1000 കുട്ടി ജനിച്ചാൽ എത്ര കുട്ടികൾ മരിക്കും, അതാണ് ഇതിൻ്റെ നമ്മുടെ ബേസിക് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ മൊത്തം ഇന്ത്യയിൽ 1000 വേറെ സംസ്ഥാനങ്ങളിൽ 1000 കുട്ടി ജനിച്ചാൽ ഒരു 38 കുട്ടികൾ മരിച്ചു പോകുന്നു. പക്ഷെ കേരളത്തിൽ മാത്രം നേരത്തെ ഇവിടെ 6 ഡോക്ടർമാരുണ്ട്. ഇവിടെ നേരത്തെ 6 or 7 ആയിരുന്നു, ഇപ്പോൾ അത് 10 വരെ ആയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ മറ്റേ സംസ്ഥാനങ്ങളിലേക്കാൾ ഭേദമാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ രക്ഷപ്പെടാം. പിന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ നിർഭയ സംഭവം എല്ലാവർക്കും അറിയാം.
നിർഭയ പറഞ്ഞ ഒരു കുട്ടി ഡൽഹിയിൽ ഒരു വർഷം മുമ്പ് കുട്ടിയെ 3-4 ആളുകൾ ഒരുമിച്ച് ശല്യപ്പെടുത്തി കുട്ടിയെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവരികയാണ്. പക്ഷേ താങ്കളോട് പറയാൻ കുട്ടികളോട് നമ്മുടെ പെൺകുട്ടികളോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, താങ്കൾ നിർഭയ പോലെയുള്ള സംഭവം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ സ്ത്രീകളോട് എപ്പോഴും നടന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഉണ്ട്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്താലും, നിങ്ങൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴും, സ്കൂളിലെയും പുറത്ത് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോവുകയാണെങ്കിലും ചിലപ്പോൾ പൂവാൽ ശല്യമോ ഇല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ശല്യങ്ങൾ താങ്കൾക്ക് ഉണ്ടായിരിക്കും. താങ്കൾക്ക് ആ സമയത്തിൽ സഹിച്ചിട്ട് ആ ശല്യം താങ്കൾക്ക് മിണ്ടാതെ സഹിക്കാൻ പാടില്ല എന്നാണ് താങ്കളോട് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അന്ന് അപ്പോൾ തന്നെ ബഹളമുണ്ടാക്കണം, വേറെ ആളുകളെ വിളിക്കണം, പോലീസിലേക്ക് പരാതി കൊടുക്കണം. നിങ്ങൾ വിചാരിച്ചാൽ എൻ്റെ പേര് പുറത്ത് വരും, ഈ കാര്യം പറഞ്ഞാൽ എൻ്റെ ദശ എന്താവും, നിങ്ങൾ ഇത് ഇങ്ങനെ വിചാരിച്ചാൽ ഈ രീതിയിലാണ് നമ്മുടെ മറ്റേ സ്ത്രീകളും കുട്ടിയും നമ്മുടെ പെൺകുട്ടികൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശല്യം ചെയ്യുന്ന ആളുകൾ കൂടിയായിട്ട് അവർ ശല്യം ചെയ്യുകയാണെന്ന്. കാരണം അവർക്ക് അവരായിട്ട് പരാതി കൊടുക്കാൻ ആരും തയ്യാറല്ല. ആ ചിന്ത മുഴുവൻ കളയണം. താങ്കൾക്ക് മറ്റേ ആണുങ്ങൾ കുട്ടികൾ പോലെ താങ്കൾക്കും എവിടെ ഈ നാട്ടിൽ എവിടെയും സഞ്ചരിക്കാനുള്ള ഈക്വൽ ആയിട്ടുള്ള താങ്കൾക്ക് അവകാശമുണ്ട്. ആ അവകാശം ആരും തടയാനാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ കാര്യം താങ്കളുടെ മാതാപിതാക്കളുടെ അടുത്തയോ ഇല്ലെങ്കിൽ സ്കൂളാണെങ്കിൽ കോളേജും ഇല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തയോ ഇല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. അത് നടപടി എടുക്കാൻ വേണ്ടി ഞങ്ങളോട് പറയണം. നടപടി ഞങ്ങൾ എടുത്തിരിക്കും. കേരളത്തിൽ പെൺകുട്ടി ഏതോ ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരോ വന്ന് പറഞ്ഞാൽ SIമാർ നമ്മുടെ അപ്പോൾ തന്നെ നടപടിയൊക്കെ എടുക്കുന്നുണ്ട്. അത് മിണ്ടാതെ ശല്യം നമ്മൾ സഹിക്കാൻ പാടില്ല. ആ ഒരു കാര്യം ആണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ആൺകുട്ടികൾ അവിടെ ഇരിപ്പുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ ശരി. ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോട് എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ഒന്ന്, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളും നോക്കേണ്ടതാണ്. താങ്കൾക്ക് ഈ സഹോദരിമാരൊക്കെ ഉണ്ട്, അവരുടെ കാര്യങ്ങളും താങ്കൾ നോക്കണം. അവരെ എഡ്യൂക്കേഷൻ, അവരുടെ നല്ല എഡ്യൂക്കേഷനിലേക്ക് നിങ്ങൾ എടുക്കുന്ന പോലെ താങ്കളുടെ സഹോദരിക്കും ആ മുഴുവൻ എഡ്യൂക്കേഷൻ എടുപ്പിക്കാനുള്ള ഒരു താല്പര്യം നിങ്ങളും കാണിക്കണം. പിന്നെ ബാക്കി നിങ്ങൾ കല്യാണം ചെയ്യുമ്പോൾ സ്ത്രീധനം എനിക്ക് വേണ്ട അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂട്ടം നിങ്ങളൊന്ന് കാണിക്കണം. നിങ്ങളൊന്നും പറയാനില്ല, നിങ്ങൾ മിണ്ടാതെ ഇരിക്കുന്നു. അച്ഛന്മാർ ചോദിക്കുകയാണ്, ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടോട്ടെ, ആ ഭാവത്തിൽ ഇരിക്കരുത് കേട്ടോ. അത് ശരിയല്ല. ചേരക്കാരൻ്റെ സമ്മതമില്ലാതെ ഈ അച്ഛന്മാരുടെ സ്ത്രീധനം വാങ്ങാൻ പറ്റുമോ? അവർക്ക് എന്തോന്ന്? അവർ ചോദിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരു കൂളായിട്ട് അവർ ഇരിക്കുകയാണ്. ഇവർക്ക് നമ്മൾ ചിലപ്പോൾ ചോദിച്ചാൽ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയാൽ കൊല്ല തർക്കേടില്ല വന്നിട്ടല്ലേ നിങ്ങൾ ആ ഭാവത്തിൽ ഇരിക്കുന്നത്. അത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞു ഈ ഏരിയയിലൊക്കെ അദ്ദേഹമൊക്കെ കല്യാണം ചെയ്തത് അവർക്ക് ഈ സ്ത്രീധനത്തിൻ്റെ അദ്ദേഹത്തിന് വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നിങ്ങൾ എല്ലാ ആളുകളും ഇതൊക്കെ എല്ലാ ആളുകളും ഈ രീതിയിൽ നിങ്ങൾ ആലോചിക്കണം. ഞാൻ 1 രൂപയിലാണ് എൻ്റെ കല്യാണം ചെയ്തത്, അറിയാമോ? ജസ്റ്റ് 1 രൂപ. ആ 1 രൂപ എനിക്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ആ പണ്ഡിതന് പറഞ്ഞു, സാറേ എന്തെങ്കിലും ഒരു കാര്യം 1 രൂപ എങ്കിലും സാർ എടുത്തില്ലെങ്കിൽ അത് കല്യാണം പൂർത്തിയാവില്ല. ഞാൻ വന്ന് പോട്ടെ, ഇതിനു വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കേണ്ട 1 രൂപ എടുത്തു. ഈ കൂട്ടത്തിൽ ബാക്കി പറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങളൊന്ന് കണക്കാക്കണം. നിങ്ങളും ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവരോടും ജോലിയിൽ പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. അതൊന്നും ഈ ഭർത്താക്കന്മാർ മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ വരുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ മോളിൻ്റെ കൂടെ ഒന്ന് വിചാരിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മോളിൻ്റെ കൂടെ ഈ രീതിയിൽ നിങ്ങളുടെ മോള് ഏത് രീതിയിൽ അവർ
വിവാഹം ചെയ്ത ശേഷം അവർ ജീവിക്കാൻ പോകുന്നു. ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ആലോചിക്കാൻ. അത് ഒട്ടക്കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. നമ്മുടെ മോളിന് വേണ്ടി നമ്മൾ ചിന്തിക്കാനുള്ള മുഴുവൻ ആ ചിന്ത നമ്മുടെ വേറെയാണ്. നമ്മുടെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. ശരിയല്ല. പിന്നെ അവസാനത്ത് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ആൺകുട്ടികളോട് ഹെൽമെറ്റൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോൾ ഹെൽമെറ്റൊക്കെ നിർബന്ധമായിട്ട് ധരിക്കണം. അല്ല, അതിനകത്ത് ഇത് ഞാനല്ല പറയുന്നത്, ഇതൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പണ്ടേ 26 വർഷം മുമ്പ് പറഞ്ഞ് നടക്കുക. പിന്നെ കാറാണെങ്കിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് വെക്കണം. ഞാൻ എല്ലാ സ്ഥലത്തിലും ഒരു കാര്യം പറയാറുണ്ട്. മരണം നമ്മൾ 3-4 തരത്തിലുള്ള മരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ മരിക്കുന്നുണ്ട്. കുറേ ആളുകൾ പാകിസ്ഥാൻ ബോർഡറോ ചൈന ബോർഡറിലോ ഒക്കെ നമ്മുടെ ജവാന്മാരൊക്കെ മരിക്കുന്നുണ്ടല്ലോ. അത് നമുക്ക് വേണ്ടി അഭിമാനമാണ്. ആ മരണം ഇവിടെ വരുമ്പോൾ വലിയ കരച്ചിൽ. ഈ കാർഗിൽ യുദ്ധത്തിൽ കുറേ ആൾ മരിച്ചിട്ട് അവർ ഓരോ ഗ്രാമത്തിൽ വരുമ്പോൾ ആളുകൾക്ക് ഒരു അഭിമാനമായിരുന്നു. കരച്ചിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. അത് ഒരു മരണമാണ്. രണ്ടാമത് നിങ്ങളുടെ ഒരു നല്ല വയസ്സായിട്ട് നിങ്ങൾ മരിച്ചു. ഒരു 90 വയസ്സോ 95 വയസ്സിന് ശേഷം നിങ്ങൾ മരിച്ചാൽ ദുഃഖമുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ജീവിതം അങ്ങനെ നന്നായിട്ട് ജീവിച്ചു നല്ല ഒരു സന്തോഷം കൂടി ഉണ്ടാവുമല്ലോ. ഇതുമില്ല. വെറുതെ നടു റോഡിലെ ഒരു പട്ടി പോലെ മരിച്ചാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇവിടെ ഒരു അവർക്കൊണ്ട് ഒരു ശബ്ദം എടുപ്പിക്കണം. ഇവരെ ഈ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ ഹെൽമെറ്റ് വെച്ചിട്ടേ, അവർ നല്ല ISI മാർക്കുള്ള ഹെൽമെറ്റ് വെച്ചിട്ട് ഇവിടെ കെട്ടിട്ട് ശേഷമേ അവർ യാത്ര ചെയ്യുള്ളൂ പറഞ്ഞിട്ട് ചെയ്താൽ ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പുതിയ ട്രിപ്പിൾ റൈഡ് പാടില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓവർടേക്ക് ഒരിക്കലും ചെയ്യരുത്. ഈ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് താങ്കളോട് സംസാരിക്കാനുള്ള അവസരം തന്ന സ്ഥിതിക്ക് എനിക്ക് ഭാരവാഹികളോട് നന്ദിയുണ്ട്. ജയ് ഹിന്ദ്. കേരളീയ സമൂഹത്തിൻ്റെ വർത്തമാനകാല സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് ബഹുമാനായ ഋഷിരാജ് സിംഗ് സാർ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം MSMൻ്റെ പ്രവർത്തകർ, ഇതിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പ്രത്യേകമായ ഒരു പ്രതിജ്ഞയോ ശപഥമോ എടുത്തിട്ടില്ലെങ്കിലും നിയമം അനുസരിക്കേണ്ടതും നിയമം അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതും ഇസ്ലാമികമായി ഒരാളുടെ മര്യാദയാണ്, കടമയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുസ്ലിമാകാൻ തീരുമാനിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും തങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിയമവിധേയമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നിടത്ത് മാതൃകയാവാൻ ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾക്ക് സാധിക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ച ഒരുപാട് ഡ്യൂട്ടികൾക്കിടയിലും അതിനു പുറമെ വേഷം മാറിയും അല്ലാതെയും ഒക്കെയുള്ള ഒരുപാട് പരിശോധനകൾക്കിടയിലും നമ്മുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ നല്ല മനസ്സ് കാണിച്ച ബഹുമാനായ ഋഷിരാജ് സിംഗ് IPS അവർക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പ്രോഫ്കോൺ സമ്മേളനത്തിൻ്റെ ഒരു വിനീതമായ ഉപഹാരം, ഒരു സ്നേഹോപഹാരം മെമൻറ്റോ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പണ്ഡിതൻ, നമ്മുടെ അതിഥി കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ അവർകളെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനായ ഋഷിരാജ് സിംഗ് IPS. Thank you, sir. Thank you very much.